നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ ഡൽഹി യാത്രയുടെ ഒരു തുടർച്ച നിന്നു പോയിരുന്നു. അതിൻ്റെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഡൽഹിയിലെ 4-5 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിൽ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആഗ്രയിലേക്കാണ്. താജ്മഹൽ സന്ദർശിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ 100-200 പേരുണ്ടായിരുന്നല്ലോ. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ. ഞങ്ങൾ ഒരു ഗ്ലോബൽ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് പല ചാപ്റ്ററുകളും കൊയിലാണ്ടിക്കൂട്ടത്തിൻ്റെ പല ചാപ്റ്ററുകളും ഡൽഹിയിൽ സന്ദർശിച്ചു. അവിടുന്ന് 3 ദിവസത്തെ ടൂറും 2 ദിവസം മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് 5 ദിവസം ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടുന്ന് ഇന്നത്തെ ദിവസം, അതായത് ഞങ്ങൾ ഗ്ലോബൽ മീറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആഗ്രയ്ക്ക് പോകാനും താജ്മഹൽ സന്ദർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് ഞങ്ങൾ ബസ്സിലും അതുപോലെ തന്നെ വാനിലൊക്കെ ആയിട്ട് ഞങ്ങളൊരു 10 പേര് ഒന്നിച്ച് ഒരു വാനിലും മറ്റുള്ളവരൊക്കെ ബസ്സുകളിലായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡൽഹിയിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ യാത്രയാണ് ആഗ്രയിലേക്ക്. 2 എക്സ്പ്രസ് വേകളുണ്ട്. അത് ഗ്രേറ്റ് നോയിഡ എക്സ്പ്രസ് വേ. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് യമുന എക്സ്പ്രസ് വേയിലേക്ക് മാറും. ഷാഫിപൂറിൻ്റെയും പാരി ചൗക്കിൻ്റെയും ഇടയിലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഈ പറയുന്ന യമുന എക്സ്പ്രസ് വേ തുടങ്ങുന്നത്. അവിടുന്ന് അതൊരു 2.5 മണിക്കൂർ, അതൊരു 185 കിലോമീറ്റർ അതൊരു യമുന എക്സ്പ്രസ് വേയിൽ പോകേണ്ടി വരും. നോയിഡ എക്സ്പ്രസ് വേയിൽ നമ്മളൊരു 35 കിലോമീറ്ററാണ് പോകേണ്ടി. എല്ലാം കൂടെ ഒരു 3.5 മണിക്കൂർ നേരത്തെ യാത്ര ആണ് ആഗ്രയിലേക്ക്. ആഗ്ര എന്ന് പറയുന്നത് നമ്മളിപ്പം ഡൽഹിയിൽ പോകുന്ന ആൾക്കാർ മുഴുവനും ആഗ്ര പോകുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും പോകുന്ന സ്ഥലം തന്നെ ആയിരിക്കും ഈ പറയുന്ന ആഗ്രയിലുള്ള താജ്മഹൽ സന്ദർശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൽഹിയുടെ യാത്ര പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ പോയിട്ട് ഒരു ടൂറിന് പോകുന്ന ആൾ അതിൻ്റെ യാത്ര പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആഗ്ര താജ്മഹൽ എന്ന് പറയുന്നത്. നല്ല റോഡും കൂടിയാണ്. നമുക്കത് യാത്രയിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ ട്രെയിനും ഉണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് ട്രെയിനിലും പോകാൻ പറ്റുന്നതാണ്. ഞങ്ങൾ എന്തായാലും ബസ് ഏർപ്പാടാക്കി ബസ്സിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൽഹിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഡൽഹി എനിക്ക് തോന്നുന്നത് BC ക്രിസ്തുവിനും മുമ്പ് എനിക്ക് തോന്നുന്നു 2500 വർഷം മുന്നേ ഉള്ള ഒരു ചരിത്രം തന്നെയുണ്ട് ഡൽഹിക്ക്. പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ കുരുവംശം രാജാക്കന്മാരുണ്ടായിരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നും, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ഒരു സ്ഥിരാകേന്ദ്രം, അതായത് ഇവരെ രാജകേന്ദ്രം തന്നെയായിരുന്നു അവിടെ ഹസ്തിനപുരി എന്ന് പറയുന്ന സ്ഥലം എന്നൊക്കെ പഴയ ഡൽഹി തന്നെയാണ്. അത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് സമയത്ത് ഒന്നുകൂടെ ശക്തിപ്പെടും. ബ്രിട്ടീഷുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. അതിനുശേഷം 1911 അവർ പോലും പിന്നീട് ഈ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പം ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാം. ഡൽഹി ആര് ഭരിക്കുന്നോ അവർക്കാണ് ഉത്തരേന്ത്യയിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഒരു ആധിപത്യം എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ക്രിസ്തുവിന് മുമ്പ് 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡൽഹി ഒരു കേന്ദ്രം തന്നെയായിരുന്നു. പല പേരിലായിരുന്നെങ്കിൽ പോലും അത് പലരും ഭരിച്ചു പോയ സ്ഥലം. അതാണ് ഡൽഹിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുന്നത് ഭരണം എന്നല്ല പറയുക, ആരാണോ ശക്തിപ്പെട്ട ആൾ, ഒരു ഗുണ്ടായിസം എന്നൊക്കെ പറയുന്നില്ല, അതേമാതിരി ശക്തിപ്പെട്ട ആൾക്കാർ അവർ പ്രധാനമായിട്ടും തന്നെ അവർക്ക് സുഖമായിട്ട് ജീവിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സമ്പത്തും സ്വത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അതിന് ശക്തിയാണല്ലോ വേണ്ടത്. ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഓരോ ആളുകളെയും കീഴ്പ്പെടുത്തുക, അവരുടെ ആരാണോ ഉള്ളത് അവരെ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് അധികാരം
അവരുടെ കയ്യിലേക്ക് എടുക്കുക. ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക, നമുക്കെല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രജകൾ എന്നൊക്കെയല്ലേ പറയാം. ഇന്നത്തെ നമ്മൾ പറയുന്നത് വെച്ചാൽ അതിനൊക്കെ മാറ്റം വന്ന് പൗരന്മാരായി. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ച് ആരാണോ ഭരിക്കുന്നത് അവരെ പീഡനങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. അപ്പം ഇതിലെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് പലരും യുദ്ധം നടത്തിയും മറ്റും ഒക്കെ അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിത് പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ എത്തിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഞങ്ങൾ യാത്രയിലാണ്. ആ യാത്രയിലെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗ്രയിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, ഞാൻ മുന്നേ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു വനപ്രദേശമായിട്ട് തന്നെയാണ്. ഇപ്പം പുരാണങ്ങളിലൊക്കെ പറയുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് അവർക്കൊരു പാണ്ഡവർക്ക് ഒരു സ്ഥലം കൊടുത്തപ്പം ഇന്ദ്രപ്രസ്ഥം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ കാട് കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണോ രാജാധികാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള ചോദ്യം അവിടെ മഹാഭാരതത്തിലൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പം തന്നെ പറയുന്നുണ്ട്, ഇതിനൊക്കെ നമുക്ക് ജനങ്ങളൊക്കെ ഇവിടെ എത്തിച്ച് അതുപോലെ തന്നെ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് നമുക്ക് നല്ലൊരു പ്രദേശമാക്കി മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് MTയുടെ 2ാം ഊഴം വായിച്ചപ്പോൾ അതിൽ കണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയും വനപ്രദേശമായിരുന്നൊരു ഭൂമിയെ ഇവർ രാജകൊട്ടാരം പണിത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നൊരു പേര് ഇട്ടു. അവിടത്തേക്ക് ജനങ്ങളൊക്കെ പ്രജകളായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നു, ജനങ്ങളെ പാർപ്പിച്ചു. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഒരു ഓർമ്മ വരുന്നത് പോലെയാണ് ഡൽഹിയിലെ യാത്രയിൽ നമുക്ക് കാണുന്നത് വെച്ചാൽ വനപ്രദേശം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് ഭാഗത്തും ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാം, കൃഷി സ്ഥലങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നത് ഈ ചോളത്തിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു രണ്ട് ഭാഗത്തേക്ക്. ഇപ്പോൾ ഡൽഹിയുടെ ആ സിറ്റി ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഗ്രാമപ്രദേശങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ ഈ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ മരങ്ങളും അതിൻ്റെ ഇടയിൽ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാം. നമ്മളിടയ്ക്കൊക്കെ അവിടെയൊക്കെ നിർത്തി അവിടെ നിന്നുള്ള ഫോട്ടോസും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യമുന നദിയാണ് ഈ പ്രദേശങ്ങളൊക്കെ എന്തായാലും പറഞ്ഞ ഒരു ഇത്രയും സ്ഥലത്തൊക്കെ ഈ പച്ചപ്പ് ഇങ്ങനെ നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ യമുന നദിയാണ്. യമുന നദി എന്ന് പറയുന്ന ഒരുപാട് കിലോമീറ്ററുകളോളം നീണ്ടു നിവർന്ന് ഈ സിന്ധു നദിയിൽ തന്നെ തുടങ്ങി അത് സിന്ധു നദി തന്നെ വീണ്ടും കൂടിച്ചേരുന്ന ഒരു യമുന നദി കടന്നു പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിലൂടെയും നോയിഡയിൽ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് പിന്നീട് ആഗ്ര വഴിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ മാപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ യമുന നദിയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയുടെ ആ പച്ചപ്പ് നിലനിർത്തുന്നത് തന്നെ പറയാം. അപ്പോൾ ഒരുപാട് കൃഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു നദി കൂടിയാണ് ഈ യമുന നദി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരം ചേർന്നാണ് ഈ അധികവും ഈ എക്സ്പ്രസ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡുകളാണ്, 4 വരി പാതയാണ്, നല്ല യാത്രയൊക്കെ വളരെ. അപ്പോൾ അങ്ങ് നീർന്ന് കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ്. ഞാൻ സൈഡിലായിരിക്കുന്ന ആ സൈഡിലിരുന്നുകൊണ്ട് ഞാനിങ്ങനെ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് ഉള്ള പ്രദേശം തന്നെയാണ്. നമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഡൽഹിയിലെ ആ ശ്വാസം മുട്ടുന്ന ആ ഒരു സിറ്റിയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കിടക്കുമ്പോഴുള്ള ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നില്ലേ. നല്ല ചൂടുള്ള സമയമായിട്ട് പോലും നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു സുഖം തന്നെ, മരത്തിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കുമ്പോഴുള്ളൊരു സുഖം അത് വേറെ തന്നെയായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഒരു ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൽഹിയുടെ ചരിത്രം എന്ന് പറയുന്നത് 8ാം നൂറ്റാണ്ട് മുതൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് രാജാക്കന്മാർ വന്ന് ഭരിച്ച സ്ഥലം തന്നെയാണ്. ഗോറി രാജവംശം, ഖിൽജി രാജവംശം, തുഗ്ലക്ക് രാജവംശം, സയ്യിദ് രാജവംശം, ലോധി രാജവംശം, അവസാനമായിട്ടൊരു മുഗൾ രാജവംശം. ഈ മുഗൾ രാജവംശമായിരുന്നു ഒരുപാട് കാലം ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഡൽഹിയും ഉത്തരേന്ത്യയിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് അവരായിരുന്നു.
ഔറംഗസേബിൻ്റെ കാലത്തോടും കൂടിയാണ് മുഗൾ രാജവംശത്തിന് ഒരു തകർച്ച വന്നു തുടങ്ങിയത്. പിന്നീട് പേർഷ്യയിൽ നിന്ന് വന്ന നാദിർഷായുടെ ആക്രമണം, അതോടുകൂടെ അവർ ക്ഷയിക്കാൻ തുടങ്ങി. പിന്നീട് ഇന്ത്യക്കകത്ത് തന്നെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇപ്പം മറാഠികളെ നേതാവായിരുന്ന എന്താ പറയുക, ഇവരെ മറാഠികളുടെ ആക്രമണം ഒരു ഭാഗത്ത്, അങ്ങനെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ ഒരു സഹായം തേടുന്നതും അവരുടെ സഹായത്തോടും കൂടെ കുറച്ചു കാലം കൂടെ അവർ മുന്നോട്ട് പോയി. സയ്യിദ് ആലം ആയിരുന്നു രാജാവ്. അതിനുശേഷം പിന്നീട് വന്നത് ബഹദൂർ ഷായുടെ സമയത്തോടും കൂടെ അവർ ശരിക്കും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ ആയി. അവർ സഹായത്തിന് വന്ന് അങ്ങനെ ആയിരുന്നല്ലോ, അവരുടെ ചരിത്രം തന്നെയാണ്. സഹായിക്കുക, നാട്ടുരാജാക്കന്മാർ തമ്മിൽ അടുപ്പിച്ചു, ഒരു ഭാഗത്ത് അവർ നിൽക്കും സഹായിക്കുക എന്നുള്ള പേരിൽ പിന്നീട് ആധിപത്യം അവരുടെ കയ്യിലേക്കാക്കുക എന്നുള്ള ഒരു തന്ത്രത്തോടു കൂടിയാണ് അവർ ശരിക്കും വെച്ചാൽ മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ആളെ ബഹദൂർ ഷായും കൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ അവരുടെ ശക്തി സ്ഥാപിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. നമുക്കൊരുപാട് സ്ഥലങ്ങൾ ഡൽഹി തന്നെ കാണാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പഴയ കോട്ടകളും അതുപോലെ തന്നെ കുത്തബ് മിനാർ പോലെയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ പഴയ രാജവംശത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സ്മാരകങ്ങൾ. അതുപോലെ തന്നെ ആഗ്രയിലുള്ള ഈ താജ്മഹൽ, ഷാജഹാൻ്റെ ഓർമ്മയ്ക്ക് ആണല്ലോ, ഷാജഹാൻ സ്വന്തം ഭാര്യയുടെ മുംതാസ് ബീഗത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ കാഴ്ച തന്നെയാണ്, നമുക്ക് കാണാനുള്ള ഒരുപാട് മനസ്സിലാക്കാനുള്ള ചരിത്രങ്ങളൊക്കെ അടങ്ങിയ ആ ഒരു സംഭവം നമ്മൾ കാണേണ്ടത് തന്നെ. എന്തായാലും ഡൽഹിയിൽ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ആഗ്ര. ഇത് സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. രാജഭരണത്തിലും സ്വന്തം അച്ഛനെ, അതായത് ഷാജഹാൻ തടവറയിലായതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണല്ലോ. അങ്ങനെ അധികാരവും തമ്മിൽ തല്ലും ഇങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ഒരു ചരിത്രം തന്നെയാണ് ഡൽഹിയിലെ സംബന്ധിച്ചുണ്ടായത്. 1957 അവസാനമായിട്ടുള്ള മുഗൾ ചക്രവർത്തി ബഹദൂർ ഷായുടെ തകർച്ചയോടും കൂടെ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെ പറയാം. പിന്നീട് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചെറിയ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അവർ ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവർ അത്രയും ശക്തരായി മാറുകയും പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടക്കുകയും അതോടും കൂടെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടയും കാണേണ്ട ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികവും ഈ വിദേശത്ത് ബഹ്റൈനിലായതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളൊന്നും എനിക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം ഇങ്ങനെയുള്ള ട്രാവൽ വ്ളോഗുകളൊക്കെ കാണുകയോ അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഓരോ സ്ഥലവും അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നേരിട്ട് പോകണം കാണണം എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഡൽഹിയിലൊന്ന് പോകണം. ഡൽഹി നമ്മുടെ തലസ്ഥാന നഗരിയാണല്ലോ. അത് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്തുന്ന ആൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൽഹിയുടെ കാര്യങ്ങളൊക്കെയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതിൻ്റെ യാത്രയുടെ 2 ദിവസം കൂടിയേ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആഗ്രയിലേക്കുള്ള യാത്രക്കിടയിലുള്ള ആ ഒരു റൂട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ആഗ്രയിലെത്തി. അവിടുന്ന് താജ്മഹലിൻ്റെ ഒരു സന്ദർശനവും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്താറായിരിക്കുന്നു. അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഏതായാലും ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ കാരണങ്ങൾ ഞാൻ പറയുകയും ചെയ്തു. നമ്മൾ ജോലിയും മറ്റുള്ള കാര്യങ്ങളും ഈ സാമൂഹ്യ പ്രവർത്തനം അത്യാവശ്യമൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് ആ ഒരു മേഖലയായിട്ടൊക്കെ ബന്ധപ്പെടുന്നതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ ഡിലേ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഞാൻ കഴിയുന്നതും പെട്ടെന്ന് ആ ഡൽഹിയുടെ ആ യാത്രയുടെ വിവരണങ്ങളെ തീർത്തുകൊണ്ട് ഞാൻ
മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അടുത്ത യാത്ര എവിടത്തേക്ക് പോകണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ ആണല്ലോ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്താൻ പറ്റുന്നത്. ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം ചില യാത്രകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ യാത്രകളായിട്ട് ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിന് മേലെയായി ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ യാത്രകളും എൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈ എൻ്റെ ഈ ചെറിയ യാത്രകളൊക്കെ കാണുകയും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞാനൊരു വലിയ ട്രാവൽ വ്ളോഗർ എന്നല്ല, അത്യാവശ്യം എൻ്റെ അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതല്ല. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.